ദൈവം കൊടുത്ത കൽപ്പന കയ്യിലിരിക്കുമ്പോഴും അതനുസരിക്കുവാൻ കഴിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതവേളയിൽ എക്സൽ മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹോശേയ പ്രവാചകൻ എന്ന വ്യക്തി യെശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. മടങ്ങി വരിക എന്നതാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഇവിടെ ഹോശേയ പ്രവാചകനോട് യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, നീ പരസംഗം ചെയ്ത് നടക്കുന്ന ഗോമർ എന്ന സ്ത്രീയെ നിൻ്റെ ഭാര്യയായി എടുക്കണം, അവളിലൂടെ ജനിക്കപ്പെട്ട മക്കളെ നിൻ്റെ മക്കളായി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഹോശേയ ദൈവകൽപ്പനയ്ക്ക് മറുത്തു മത്സരിക്കാതെ അത് സ്വയമേവ ഏറ്റെടുക്കുവാനായിട്ടിടയായി. ഗോമറിനെ ഭാര്യയായി സ്വീകരിച്ചു. തനിക്ക് ഗോമറിലൂടെ മക്കൾ ജനിച്ചു. 3 മക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു മകളും 2 ആൺമക്കളും. ഇങ്ങനെ 3 മക്കൾ തനിക്ക് ലഭിച്ചതിന് ശേഷവും ഗോമർ ഹോശേയയെ വിട്ട് വീണ്ടും പരസംഗത്തിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇങ്ങനെ തന്നിൽ നിന്നും അകന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ, ചേർത്തണയ്ക്കുവാൻ ശ്രമിച്ചിട്ടും ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ ലോകപ്രകാരം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവത്തെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇസ്രയേലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ്. ഗോമർ ഇസ്രയേലിൻ്റെ ജീവിതാനുഭവത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം കൊടുത്ത കൽപ്പന കയ്യിലിരിക്കുമ്പോഴും അതനുസരിക്കുവാൻ കഴിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് കൊണ്ടിരിക്കുന്ന ജനത്തെ ദൈവം ശിക്ഷിക്കുന്നത് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ദൈവിക ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും അതിന് തക്കവണ്ണം വരുവാൻ കഴിയാതെ ലോകപ്രകാരം ജീവിച്ചു കൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഹോശേയയിലൂടെ സംസാരിക്കുകയാണ്. മടങ്ങി വരിക, മടങ്ങി വന്നാൽ ദൈവം നിന്നെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടവുമായി നമ്മൾ ചിന്തിച്ചാൽ ദൈവസഭ എന്ന മണവാട്ടി വചനവ്യവസ്ഥയ്ക്കനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളത് സ്വയമേവ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഹോശേയ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നെഞ്ചത്ത് നമ്മൾ കൈവച്ചുകൊണ്ട് പറയണം, ദൈവമേ, എൻ്റെ ജീവിതത്തിലും ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ദൈവ വചനത്തിന് നിരക്കാത്ത ഏതെങ്കിലും കാര്യങ്ങളിലൂടെയാണോ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവവചനം പറയുന്നു, സങ്കീർത്തനം 50-22-23 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വെടിവെപ്പാൻ ആരും ഉണ്ടായിരിക്കുകയുമില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനോ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. പ്രിയമുള്ളവരെ, ദൈവ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം വിട്ട്, വഴിവിട്ട്, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ ദൈവം കീറിക്കളയും, വെടിവെപ്പാൻ ആർക്കും സാധ്യമാകുകയുമില്ല. അങ്ങനെയെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ വ്യക്തമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മായ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചന ചിന്തയ്ക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.